ഇന്ന് നല്ലൊരു അടിപൊളി ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കിയാലോ? വൈകുന്നേരം ചൂട് കട്ടൻ ചായൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഈവനിങ് സ്നാക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വളരെ സിമ്പിളുമാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത് കൂന്തൽ, കണവായ എന്നൊക്കെ 2-3 പേരുള്ള നമ്മുടെ സ്വന്തം കൂന്തലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ കൂന്തൽ നിറക്കാനാണ് നമ്മൾ ഇന്ന് പോകുന്നത്. അപ്പോൾ അതിനായിട്ട് കുറച്ച് കൂന്തലെടുത്ത് ഞാൻ നന്നാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്കുള്ള ഫില്ലിങ് തയ്യാറാക്കാം. 2 രീതിയിൽ ഫില്ലിങ് തയ്യാറാക്കാറുണ്ട് കേട്ടോ. സവാളയൊക്കെ വഴറ്റിയിട്ട് തയ്യാറാക്കാറുണ്ട്, അരിപ്പൊടി വെച്ച് തയ്യാറാക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് അരിപ്പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് ഒരു 1/2 കപ്പോളം തേങ്ങയും കുറച്ച് പെരിഞ്ജീരകം, പിന്നെ കുറച്ച് നല്ല ജീരകം, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പകുതി സവാള, ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് നമുക്കൊന്ന് ഒതുക്കിയെടുക്കാം കേട്ടോ. നല്ലപോലെ അരക്കരുത്, ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുത്ത് വരാം. ഇനി നമുക്ക് 1 ഗ്ലാസ് അരിപ്പൊടി എടുക്കാം കേട്ടോ. അപ്പോൾ കൂന്തലിൻ്റെ എണ്ണ അനുസരിച്ച് നമുക്കിതിൻ്റെ ഫില്ലിങ്ങിൻ്റെ അളവൊക്കെ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ എനിക്ക് 1 ഗ്ലാസ് തന്നെ അധികമായിരുന്നു. അപ്പോൾ 1 ഗ്ലാസ് അരിപ്പൊടിയിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ നമ്മൾ നേരത്തെ ചതച്ച് വെച്ച് നമ്മുടെ മസാലയും കൂടി, തേങ്ങാ മസാലയും കൂടി മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് തിളച്ച വെള്ളമാണ് യൂസ് ചെയ്യുന്നത് കൊടുക്കാനായിട്ട്. കാരണം ഇത് പച്ചരി പൊടിപ്പിച്ച അരിയാണ് കേട്ടോ. സാധാരണ ഇൻസ്റ്റൻ്റായിട്ട് കിട്ടുന്ന അരിപ്പൊടിയിലേക്കാണെങ്കിൽ പച്ചവെള്ളത്തിൽ കുഴച്ചാൽ മതിയാവും. അപ്പോൾ ഞാൻ ഇതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്ക് തിളച്ച വെള്ളം ഒഴിക്കണോണ്ടാണ് കേട്ടോ ഞാൻ സ്പൂൺ കൊണ്ട് ഇളക്കുന്നത്. ആദ്യം നമുക്കൊന്ന് സ്പൂൺ കൊണ്ട് ഒതുക്കിയെടുക്കാം. അത് ജസ്റ്റ് ഒന്ന് ചൂടാറി കഴിയുമ്പോൾ നമുക്കിത് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൈ കൊണ്ട് നല്ല രീതിയിൽ തന്നെ കുഴക്കാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ ചൂടുള്ളതായതുകൊണ്ടാണ് ഞാനിത് യൂസ് ചെയ്യണത്. അപ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ അപ്പോൾ എൻ്റെ ഈ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയിട്ട് ഓൾ ഒന്ന് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട്. അപ്പോൾ നമ്മുടെ മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത ടാസ്ക് നമുക്ക് കൂന്തലിലേക്ക് നിറക്കുക എന്നുള്ള അടുത്ത ടാസ്ക്. ഇനി നമുക്ക് ഓരോ കൂന്തലെടുത്ത് അതിൻ്റെ ഉള്ളിലേക്ക് ഈ ഒരു ഫില്ലിങ് നമുക്ക് നിറയ്ക്കാം കേട്ടോ. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിനുള്ളിലേക്ക് ഫില്ലിങ് തയ്യാറാക്കുമ്പോൾ വളരെ കുറച്ച് ഇതിനുള്ളിലേക്ക് നിറക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ നിറച്ചപ്പോൾ എൻ്റെ ഫില്ലിങ് കുറച്ച് കൂടിപ്പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ സ്റ്റീം ചെയ്തതിന് ശേഷം നോക്കുമ്പോൾ ഇതിൻ്റെ ഫില്ലിങ് കുറച്ച് പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ സ്റ്റീം ചെയ്യുമ്പോൾ ഈ കൂന്തൽ ജസ്റ്റ് ഒന്ന് ചുരുങ്ങും, അത് നന്നായിട്ടൊന്ന് ചുരുങ്ങി വരും. അപ്പോൾ നമ്മുടെ ഫില്ലിങ് അധികം ഉണ്ടെങ്കിൽ അതൊന്ന് പുറത്തേക്ക് ചാടിപ്പോവും. അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കുക, വളരെ കുറച്ച് ഫില്ലിങ് നിറക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അതിനുശേഷം സെക്യൂറായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് ടൂത്ത് പിക്കോ അങ്ങനെ എന്തെങ്കിലും ഒരു ഇറുക്കിലേക്ക് വെച്ച് നമുക്കൊന്ന് സെക്യൂർ ചെയ്തെടുക്കാം. അപ്പോൾ ബാക്കിയുള്ള കൂന്തലും ഇതേപോലെ നിറച്ചതിന് ശേഷം നമുക്ക് സ്റ്റീം ചെയ്യാൻ വെക്കാം. നമ്മുടെ ഇടിയപ്പം ഉണ്ടാക്കുന്ന പാത്രത്തിൽ നമുക്കിതൊന്ന് സ്റ്റീം ചെയ്ത് എടുക്കാം. ഒരു 20-25 മിനിറ്റ് നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കേണ്ടി വരും. കാരണം കൂന്തലിൻ്റെ വേവ് അനുസരിച്ചിരിക്കും കേട്ടോ. ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടണം. അപ്പോൾ നന്നായിട്ടൊന്ന് സ്റ്റീം ചെയ്ത് കിട്ടിയിട്ടുണ്ട്. കാരണം കുറച്ച് സാധനങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, ഫില്ലിങ് കുറച്ച് പുറത്തേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഇങ്ങനെ തന്നെ കഴിക്കണമെന്നുണ്ടെങ്കിൽ പിള്ളേർക്കൊക്കെ ഇങ്ങനെ തന്നെ കൊടുക്കാം. കാരണം എരിവ് പിള്ളേർക്ക് പറ്റാത്തതുകൊണ്ട് ഇങ്ങനെ കൊടുക്കുകയൊക്കെ ചെയ്യാം. അല്ലെങ്കിൽ ഈ ഒരു സ്റ്റെപ്പും കൂടി നമുക്ക് ചെയ്യാം. ഒരു പാത്രത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കാശ്മീരി ചില്ലി, എരിവനുസരിച്ച് കാശ്മീരി ചില്ലി പൗഡർ ഇടാം. പിന്നെ കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ചൊരു 1/2 ടീസ്പൂണോളം ഗരം മസാലയൊക്കെ ഇട്ട് നന്നായിട്ട് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. വെള്ളം ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ആക്കിയതിന് ശേഷം നമ്മുടെ സ്റ്റീം ചെയ്ത് വെച്ച് നമ്മുടെ കൂന്തലതിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കൂന്തൽ കുട്ടന്മാരൊക്കെ നന്നായിട്ടൊന്ന് മസാലയിലൊന്ന് കുളിപ്പിച്ചെടുക്കാം കേട്ടോ. നല്ലതുപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നിർബന്ധമൊന്നുമില്ല, നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ തന്നെ എടുത്ത് അങ്ങോട്ട് ഫ്രൈ ചെയ്തെടുക്കാം. പക്ഷേ ഞാൻ ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. കാരണം അതിനൊരു എരിവൊക്കെ ഒന്ന് അതിൽ പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മസാലയിൽ കുടിച്ച് ഗുഡപ്പയായിട്ടിരിക്കുന്നുണ്ട്. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്യാം. അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച്, വളരെ കുറച്ച് ഒഴിച്ചാൽ മതി. കാരണം അത് മുക്കി പൊരിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്കവാറും ഇത് പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ശ്രദ്ധിച്ചൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിട്ടപ്പോൾ തന്നെ അതൊക്കെ പൊട്ടിത്തെറിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ 2 സൈഡും ഒന്ന് ഫ്രൈ ആക്കിയെടുത്ത് നല്ല അടിപൊളി കൂന്തൽ നിറച്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വളരെ സിമ്പിളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് കൂന്തലൊക്കെ കിട്ടിക്കഴിയുമ്പോൾ വൈകുന്നേരത്തേക്ക് ചായയൊക്കെ ഒരു കടിയായി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എന്തായാലും ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ അടുത്ത ഒരു റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരുന്നത് വരേക്കും ബൈ.